பிரச்சனையை முடிச்சுட்டு வர போவா பிரச்சனை பெருசாக்கி இவனும் முடிஞ்சு வருவா சட்டையெல்லாம் கிழிச்சு. ஓமன் நல்லா தான் போலாம், சும்மா போய் பிரச்சனை சீக்க போனா கடைசியில் இவனும் தீக்கிறது யாருங்களாம் வந்துடும். அல்லையா? എന്നാൽ അങ്ങനെയല്ലേ? നീ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കപ്പെട്ടവനായി ആ കൃപാവരത്തിന് താക്കോൽ ഉപയോഗിച്ച് നീ പുറത്തിറങ്ങിയാൽ അവിടെ യുദ്ധം നടക്കുകയാണെങ്കിൽ നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് നിമിത്തം, ആ തേജസ് നിമിത്തം, ആ സൗമ്യമായ ഇടപെടൽ നിമിത്തം ആ പ്രശ്നം മാറുന്നത് നീ കാണും. നാവിനെ കൃത്രിമമായി ഉപയോഗിക്കാൻ ദൈവശക്തി വ്യാപരിക്കാൻ നീ തുറന്നു നോക്കിയാൽ കാണുന്നറിയാവോ? സദ്ഗുണ വാർത്തകൾ. എങ്ങനെയാ? സത്ത് എന്ന് പറയുക എന്തുവാ? ഗുണങ്ങളുള്ള, എല്ലാത്തിനും പറയുമോ? ഗുണമുള്ള, ഫലമുള്ള, പുഷ്ടിയുള്ള വാക്കുകൾ എന്ന് വെച്ചാൽ നിന്റെ വാക്ക് ഒരുത്തനെ ജീവിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. ആ താക്കോൽ വെച്ച് തുറക്കുമ്പോൾ നീ അത് കാണും. അവിടുത്തെ വിഷയത്തെ നീ കാണും, ആ പ്രതിസന്ധി നീ കാണും. അതെങ്ങനെ കൈകാര്യം ചെയ്യണം ദൈവം നിന്നെ പഠിപ്പിക്കും. ആ താക്കോൽ വാങ്ങിയിട്ട് നമുക്ക് പോകാം. അടുത്തത് സ്നേഹത്തിന്റെ താക്കോല. എന്തും പുറക്കാൻ, എന്തും ക്ഷണിക്കാൻ. എങ്ങനെ பேசிட்டு நீங்க போறீங்களா? சக்கரை வாங்க சொன்னா நீ வேணா போன சொல்றீங்க, கரண்டி எடுத்து ஒரே போட வச்சுருக்க. അതല്ല അങ്ങനെയല്ല പിരിച്ച്. എങ്ങനെ വരുന്ന അറിയാം? ஐயா நம்ம சாய கொண்டு குடிக்குமே, உங்கள்கிட்ட காசு இருந்தா இது சத்தம் வாங்கிட்டு வந்தீங்களா? முதல்ல எப்படி பேசுறீங்க? உனக்கு வேண்டாம் வாங்கிட்டு வாப்பா, சக்கரை போட்டு சாய தர்றேன், இன்னைக்குதான் இருக்கு, வாங்க போறவங்க வாங்க, எனக்கு சாய வெளியில 10 ரூபாய்க்கு கிடைக்குமாமா, நீ குடிக்க வேண்டாம். சேஞ்ச். நாக்கு எங்கനെയാവും? ஐயா അതുപോലെ கொஞ்சம் சக்கரை வாங்கிட்டு நமக்கு எல்லாம் போட்டு குடிக்கலாம். വാക്കിന് വ്യത്യാസം വന്നോ? നിങ്ങളുടെ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം വന്നോ? അത് വരുന്ന, ആ സ്നേഹിക്കുന്ന, ആ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയുന്ന, അത് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് നിന്നെ മനസ്സിലാക്കുന്ന താക്കോൽ ആവശ്യമുണ്ടോ? ഞാനിവിടെ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കും, പാട്ട് പഠിക്കുന്ന തുള്ളിച്ചൂടി തുള്ളിങ്ങനെ ചാടി ആരാധിക്കും. എന്താ അറിയോ? നീ ദൈവത്തെ ആരാധിക്കാൻ ലഭിച്ചാൽ ഓർത്തോണം, നിനക്ക് നാണമുണ്ടായാൽ നീ പലർക്കും നാണിക്കേണ്ടി വരും. നീ ആരാധിക്ക് വരുമ്പോൾ ലക്ഷ്യം കൂടാതെ പാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ചാൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവ സാന്നിധ്യത്തെ നീ കാണും. നീ അനേകർക്ക് ലഭിച്ചു പോകില്ല, നിലനിൽക്കും. ആ താക്കോലിന് തരാൻ പോവാ. അത്രയും നാൾ എന്ത് പറഞ്ഞു നിന്നെ? അവൻ പേച്ച് ശരിയില്ല, അവൻ വാക്ക് ശരിയില്ല, അവർക്ക് വേറെ കൊണ്ട് ശരിയാകാതെ ആശം മുന്നിട്ട് പോവാം. നിന്നെ വിളിക്കാൻ പോവാ. അവൻ ദൈവത്തിന്റെ പൈതല. അവനെ വിളിച്ചു കൊടുക്ക്. നിന്റെ സമ്പത്ത് അനുഗ്രഹിക്കാൻ പോവാ. ആകാശത്ത് ഇങ്ങനെ തൂപ്പ കെട്ടി നിനക്ക് സ്വർണ്ണവും സമ്പത്ത് കൊടുത്തിട്ട് അങ്ങനല്ല ഇത്. അങ്ങനെയുള്ള പരിപാടി പറ്റിക്കലല്ല ഇവിടെ. ദൈവത്തിനോട് പറഞ്ഞ് നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു പറഞ്ഞാൽ നിനക്ക് ജ്ഞാനം നൽകി, നിനക്ക് വിവേകം നൽകി, പോകേണ്ട വഴി നിന്നെ പഠിപ്പിച്ച് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ കൈകൊള്ള ഫലം, അധ്വാന ഫലം എന്താവും? അനുഗ്രഹമാവും. ഇവിടെ മാജിക്കൊന്നുമില്ല. പലരും ചിന്തിക്കുന്ന ഇവിടെ മാജിക്ക പ്രാർത്ഥിച്ചവിടെ കൊട്ടൊന്നുമല്ല. നിനക്ക് എങ്ങനെ ദൈവം ഭരിച്ചേ? നിന്നെ അല്പം മാത്രം താഴ്ത്തി. ആ ഭാഗം വായിച്ചേ, സംഗീതങ്ങൾ വായിച്ച ഭാഗം ഞാൻ നിർത്താൻ പോവാ. തേജസ്സും ബഹുമാനവും, ആ തേജസ്സും ബഹുമാനം നിന്നിലേക്ക് വ്യാപരിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം? എങ്ങനെ അനുഭവം കൊടുത്തെങ്ങനെ? ആകാശത്തെ ദേവി എങ്ങനെ വിരലുകൊണ്ട്, അപ്പൊ നിന്റെ വിരല് കൊണ്ട് ഒരു വർക്കിനെ, ഒരു കാര്യത്തെ എങ്ങനെ പ്ലാൻ ചെയ്യണം ദൈവം പഠിപ്പിക്കും. അത് ജ്ഞാനമുള്ളതാവും. ഇത് കണ്ടോ, എത്ര ഭംഗിയാക്കി തീർക്കാൻ ദൈവം ജ്ഞാനം കൊടുത്തു. ഇത് ദൈവം തരുന്ന ജ്ഞാനമാ. ഈ ജ്ഞാനം നിന്നിൽ പ്രവർത്തിക്കുമ്പോൾ അനേകർ നിന്നെ വിളിച്ച് വർക്ക് തരും, നീ അനുഗ്രഹിക്കപ്പെടും. അതാ ദൈവത്തിന്റെ പ്ലാൻ. ഈ വർഷം നഷ്ടപ്പെട്ടു പോയതൊക്കെ ഈ ദിവസം മുതൽ അങ്ങോട്ട് ലഭിക്കാൻ പോവാ. നമ്മൾ വായിച്ചതിലേക്ക് ഒന്നുകൂടെ വരാം. അവിടെ താഴെ നമ്മളെന്താ വായിച്ച? തേജസ്സും ബഹുമാനവും. ആ കൈകളുടെ പ്രവൃത്തികൾക്ക് മക്കൾ, കുടുംബങ്ങൾ, അപ്പൻ, അമ്മ, കൂട്ടുകുടുംബക്കാർ, സഹോദരങ്ങളെല്ലാം എന്താകുക? അധിപതികളാകാൻ പോവുക. ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് സമയം 20 മിനിറ്റ് അതിക്രമിച്ചു. ക്ഷമിക്കണം, എനിക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല, കാരണം എന്റെ കയ്യിലുള്ള
ഞാനൊന്ന് വായിച്ചു പഠിച്ചിട്ടോ ഒന്നും വരികയില്ല. വന്നപ്പോ ദേവദാസ വേഗം ഒരു വചനം എടുത്ത് സംഗീതമായി ഞാൻ 20 എന്ന് തുറന്നപ്പോ എനിക്ക് നെട്ടാതെ ഇതൊക്കെ തന്ന് ദൈവം തരുന്നു ഞാൻ പറയുന്നു. ഇത് നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും കൂടാ. ഞാൻ ആ താക്കോൽ ഉപയോഗിച്ചാൽ ഞാൻ കാണും, ഞാൻ പോകേണ്ട വഴി, ഞാൻ നിൽക്കേണ്ട സ്ഥലം, ഞാൻ നിൽക്കേണ്ട സ്ഥലം, ഞാൻ എവിടെ പോകണം, എങ്ങനെ പോകണം, ആ ശബ്ദം നമ്മളെല്ലാവരും കേൾക്കാൻ പോവാ. ആ പ്രമുഖനാൽ ഈ ദിവസം മുതൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സകല പ്രവർത്തികളിൽ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞാലും എന്റെ വാക്കുകൾ ചുരുക്കുന്നു. അത്രത്തോളം ക്ഷമയോടെ കണ്ട എല്ലാ ദൈവമക്കൾക്കും ദൈവം നമ്മൾ നന്ദി അറിയിക്കുന്നു. ഇനി നമ്മൾ കാണുമ്പോൾ എങ്ങനെയുള്ളവരാ ഈ താക്കോൽ ഉപയോഗിച്ച് കൃപാവരങ്ങൾ പ്രാപിച്ചവരായി നാളെ മുതൽ കാണാൻ പോവാ. അടുത്ത ആഴ്ച ഒരുപക്ഷെ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ വന്നാൽ എവരിത്തിങ് ചേഞ്ച് ചെയ്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഉറപ്പാ ഉപയോഗിച്ചാൽ അതിനെ പ്രാപ്തരാക്കട്ടെ. താങ്ക് യു. ഹല്ലേലൂയ. സാക്ഷ്യത്തിനായിട്ടുള്ള സമയമാണ്. എനിക്ക് വേണ്ടി എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി എന്റെ അനിയനും അനിയത്തിക്ക് വേണ്ടി എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിലയിൽ പ്രാർത്ഥനയോട് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളും. പല സമയങ്ങളും ഒരു കിട്ടാത്ത വിഷയമായിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ശബ്ദങ്ങൾ കാണിയെ നീ എനിക്ക് വീണ്ടെടുക്കുന്നു. നിന്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്ത് എന്റെ പാദപാത്രം നൽകുന്നു. ഓർമ്മശക്തിയെല്ലാം കൊടുക്കും.